ഇന്ത്യ വിചാരിച്ചാൽ, മോദി വിചാരിച്ചാൽ, വിശ്വഗുരു വിചാരിച്ചു കഴിഞ്ഞാൽ, ബയോളജിക്കൽ ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഇനി അമേരിക്ക ഇല്ല, ട്രംപ് ഇല്ല എന്നൊക്കെയാണ് പല ചാനലുകളിലും കൊട്ടിയിരുന്ന് ഘോഷിക്കുന്നത്. കണ്ടപ്പോൾ ചിരി വന്നു. മോദിജി മാസല്ലടാ, മാസ് മാത്രമല്ല മോദിജി, അതിൻ്റെ അപ്പുറത്താണ് അല്ലേ. മോദിജി ഇന്ന് വരുന്നത് പുട്ടിൻ്റെ കൂടെ കാറിൽ വന്നിറങ്ങുന്നു. അവിടുന്ന് ചൈനീസ് പ്രസിഡന്റിൻ്റെയും പുട്ടിൻ്റെയും കൈ പിടിച്ച് മോദിജി ഉള്ളോട്ട് കയറി വരുന്നു. അപ്രതീക്ഷിതമായിട്ട് സമ്മിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ മുൻപ്, അതായത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മിറ്റ്, SCO സമ്മിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് 3 പേരും കൂടെ പെട്ടെന്നൊരു കൂടിക്കാഴ്ച നടത്തുന്നു. അത് കഴിഞ്ഞ് മോദിജി വന്ന് ഒരുപാട് കാര്യങ്ങൾ 1 മണിക്കൂറോളം സംസാരിക്കുന്നു. പെഹൽഗാം അറ്റാക്കിനെതിരെ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് അതിനെ സംസാരിക്കുന്നു. ഇന്ത്യ ഭീകരവാദത്തിനെതിരെ എന്ന് ഭയങ്കരമായിട്ട് സംസാരിച്ചു. അതിന് ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യ, ചൈന, റഷ്യ ഒരുമിച്ച് നിൽക്കുമെന്നും പറയുന്നു. ഇതെല്ലാം കണ്ട് വാവൊളിച്ചിരിക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ നമ്മൾ അപ്പുറത്ത് കാണുന്നു. വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. വെറും പോസ്റ്റാക്കി നിർത്തിക്കൊണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത്. ഇത് കണ്ട് കൈയടിക്കാൻ നമ്മളെല്ലാവരും ഉണ്ട്. നടക്കട്ടെ. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഏറ്റവും കൂടുതൽ ഭീകരവാദം നമുക്ക് കിട്ടുന്നത് പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ മുമ്പിലിരുത്തി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനെ അപ്രിഷ്യേറ്റ് തന്നെ വേണം. അതിന് ചൈനയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും സപ്പോർട്ട് ഇന്ത്യക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യും. കാരണം ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, പല കാര്യങ്ങളും ഇന്ത്യയിലുണ്ടെങ്കിലും, വോട്ടുകളുടെ മുതൽ അങ്ങോട്ടുള്ള പല കാര്യങ്ങളുണ്ടെങ്കിലും അതിർത്തിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാശ് ചിലവാക്കുന്ന കാര്യം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ അതിർത്തി ബോർഡർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു GDPയുടെ ഭാഗം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഒന്ന് പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാനെ സഹായിക്കുന്നത് ചൈന ബാക്കിയുള്ളവരാണോ എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ വഴിയെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം, നടക്കട്ടെ. ഇനി നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഈ ഒരു മാസ് പല സംഘ ചാനലുകളിലും അവർ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഭയങ്കരമായിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കണ്ടു. ഇതോടുകൂടി അമേരിക്ക തീർന്നു, അമേരിക്ക ഇല്ലാണ്ടായി. അമേരിക്ക കത്തിയമർന്നടാ. 30 ട്രില്യൺ USDയുടെ മേലെ നിൽക്കുന്ന അമേരിക്ക 4 ട്രില്യൺ ഇന്ത്യയുടെയും ബാക്കി വരുന്ന ചൈനയുടെയും ബാക്കി വരുന്ന റഷ്യയുടെയും ഒക്കെ മുമ്പിൽ ഇന്ത്യ തീർന്നുവിടാ എന്നാണ് പറഞ്ഞത്. 15% വേൾഡ് GDPയുടെ ഭാഗമായിട്ടുള്ള അമേരിക്ക, 3% വേൾഡ് GDPയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യ വിചാരിച്ചാൽ, മോദി വിചാരിച്ചാൽ, വിശ്വഗുരു വിചാരിച്ചു കഴിഞ്ഞാൽ, ബയോളജിക്കൽ ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഇനി അമേരിക്ക ഇല്ല, ട്രംപ് ഇല്ല എന്നൊക്കെയാണ് പല ചാനലുകളിലും കൊട്ടിയിരുന്ന് ഘോഷിക്കുന്നത്. കണ്ടപ്പോൾ ചിരി വന്നു. യഥാർത്ഥത്തിൽ നമുക്കൊരു കാര്യം നോക്കാം. അമേരിക്കയുടെ താരിഫ് യുദ്ധമായിട്ട് ഈ ഒരു സമ്മിറ്റിന്, ഈ SCO സമ്മിറ്റിൽ നമുക്ക് ഏത് രീതിയിൽ ഗുണം തരും എന്നുള്ളതൊന്ന് കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരങ്ങൾ നമ്മളെ സംഘ പരിമാണങ്ങൾ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പം ഇന്നുള്ള ഈ ഒരു സമ്മിറ്റിൽ നമ്മൾ അമേരിക്കയായിട്ടുള്ള ഒരു താരിഫ് യുദ്ധം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള പ്രതിരോധവും നമ്മുടെ കാര്യങ്ങളും, അതായത് നമുക്ക് ബോർഡർ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ മുമ്പ് ആദ്യം നമ്മൾ അമേരിക്കയുടെ കാര്യം എടുത്തിടാം. അമേരിക്കയുടെ ഇതുമായിട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്കയിലോട്ട് ഓൾമോസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 88 ബില്യൺ USDയുടെ ചേഞ്ചാണ് ഇന്ത്യ അമേരിക്ക ട്രേഡിലുള്ളത്. കറൻ്റ്ലി ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2024-2025 ഇന്ത്യ അമേരിക്ക ട്രേഡ് എന്ന റെക്കോർഡ് ഇതാണ്. ഇത്രയും കാലത്തെ ഏറ്റവും കൂടുതൽ ട്രേഡ് ഇന്ത്യ അമേരിക്കയായിട്ട് നടത്തിയത് 131.84 ബില്യൺ USDയുടെ ട്രേഡാണ് ഇന്ത്യ അമേരിക്ക പരസ്പരം നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ 86 ബില്യൺ ആണ് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്തത്. 86 മില്യൺ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പം അതേ സ്ഥാനത്ത് നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ 45.33 ബില്യൻ്റെ ഇതാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് 45.33 ബില്യൺ USDയുടെ ടോട്ടൽ ട്രേഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് ട്രേഡിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 41.18 ബില്യൻ്റെ ഡിഫറൻസ് ആണ് ഇതിലുള്ളത്. അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് കൂടുതലാണ്, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുന്നത് വളരെ കുറവാണ്. അപ്പം നമ്മൾ വിൽക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ കൂടുതൽ വിൽക്കുന്ന സമയത്ത് അത് ഇഫക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടം, അവർക്കല്ല. അവരിങ്ങോട്ട് 41 ബില്യൻ്റെത് മാത്രമേ അവരിങ്ങോട്ട് നമുക്ക് വിറ്റ് തരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് വരുന്നത് ഇന്ത്യക്ക് വരുന്നത് 41.18 ബില്യൻ്റെ ഡിഫറൻസ് ആണ്. അത്രയും വലിയ ട്രേഡാണ് നമുക്ക് പോകുന്നത്. ഇത് ഇമ്പോർട്ടും എക്സ്പോർട്ടിൻ്റെ കണക്കാട്ടോ ഞാൻ ഈ പറഞ്ഞത്. ഇതേ സ്ഥാനത്ത് ചൈനയിലോട്ട് നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ചൈനയിലേക്ക് നമ്മൾ മൊത്തം എക്സ്പോർട്ട് ചെയ്യുന്നത്, നമ്മുടെ ടോട്ടൽ ഇന്ത്യ ചൈന ട്രേഡിംഗ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞത് ഓൾമോസ്റ്റ് 118.4 ബില്യൻ്റെതാണ്. വേറെ US നമ്മൾ
1.34 വരുന്ന സമയത്ത് ഇവിടെ നമ്മുടേത് വരുന്നത് 118.4 ബില്യൺ ആണ്. അതിൽ തന്നെ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത് വെറും 15.1, അത്രയേ ഉള്ളൂ. 15.1 ബില്യണേ ഇന്ത്യ ഇവിടെ നിന്ന് അങ്ങോട്ട് വിടുന്നുള്ളൂ. പകരം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുന്നത് എത്രയെന്ന് അറിയോ? 103, അതായത് 103.3 ബില്യൻ്റെ സാധനങ്ങളാണ് ഇങ്ങോട്ട് ഇറക്കുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്ന ഫോൺ, ഞാൻ ഇട്ടിരിക്കുന്ന ഗ്ലാസ്, ഇട്ട ഷർട്ട്, എന്തൊക്കെ ഞാനിവിടെ യൂസ് ചെയ്യേണ്ട തുമ്മിയാ തെറിച്ച ഒരു പല്ല് കുത്തുന്ന ടൂത്ത് പിക്ക് പോലും ചിലപ്പോൾ മെയ്ഡ് ഇൻ ചൈന ആയിരിക്കും. അപ്പോൾ ഇന്ത്യ എത്രത്തോളം ചൈനനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിവിടെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കണക്കുണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 99.2 ബില്യൻ്റെ ഡിഫറൻസ് ആണ്. അതായത് അത്രയും കൂടുതൽ ചൈന ഇങ്ങോട്ട് സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. ചൈനയുടെ സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ട്രേഡ് ഡീല്, അതായത് ഇവരുമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. ഇതേ സ്ഥാനത്ത് നമ്മൾ അമേരിക്കയിലോട്ടുള്ള ട്രേഡൊക്കെ നിർത്തി. ഇന്ത്യയുടെ ഇവിടെ നമ്മുടെ തിരുപ്പൂരിൽ പോകുന്ന തുണിയും, നമ്മുടെ കിറ്റെക്സ് സാബുവിൻ്റെ തുണിയും, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പം ഗുജറാത്തിലെടുത്ത് കഴിഞ്ഞാൽ പെർഫ്യൂംസും, നല്ല നല്ല വജ്രങ്ങളും, നല്ല നല്ല രത്നങ്ങളും, ആഭരണങ്ങളും, രാജസ്ഥാനിൽ പോകുന്ന നല്ല നല്ല ഗാർമെൻസും, ഇതൊക്കെ നമ്മളിപ്പം അമേരിക്കയിലോട്ടുള്ള പോക്ക് നിർത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ പോകേണ്ടത് പിന്നെ നമ്മൾ മറ്റ് ഡീല് വെക്കുന്ന സ്ഥലങ്ങളിലോട്ടാണ്. അല്ലെ, യൂറോപ്യൻ യൂണിയൻ അക്സെപ്റ്റ് ചെയ്യില്ല. അമേരിക്ക അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം യൂറോപ്യൻ യൂണിയൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത്രയും കാര്യങ്ങൾ വന്നപ്പോഴേക്ക് തന്നെ യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും ഇന്ത്യക്കാർക്കെതിരെയുള്ള പല പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല ഹൈ വേർഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് എത്ര പേര് ന്യൂസ് കാണുന്നുണ്ട്, ഇന്റർനാഷണൽ ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഇന്ത്യക്കാരെ പുറത്താക്കണം എന്ന് പറഞ്ഞുള്ള വൻ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നടക്കുന്നുണ്ട്. അത് പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, നമുക്കറിയാം. അപ്പം അതൊരു വശത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ജപ്പാനിലോട്ട് കയറ്റി വിടും എന്ന് പറയുന്നുണ്ട്, നമ്മൾ ചൈനയിലോട്ട് കയറ്റി വിടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജപ്പാൻ ഒരു ചെറിയ കൺട്രി, ആകെ കുറഞ്ഞ 3-4 കോടി, കേരളത്തിലെ ജനസംഖ്യ മാത്രമുള്ള സ്ഥലമാണ് ജപ്പാൻ. അമേരിക്കയിലോട്ട് നമ്മൾ വിട്ടിരുന്ന അത്രയും തുണിയും ബാക്കി സാധനങ്ങളും ജപ്പാൻകാർ യൂസ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ജപ്പാൻകാർ എടുക്കുന്നതല്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് രീതിയിലാണ് ജപ്പാനുമായിട്ടുള്ള ട്രേഡ് ഇന്ത്യ മെച്ചപ്പെടുത്തുമായിരിക്കും. പക്ഷേ അമേരിക്കയായിട്ടുള്ള മുട്ടി നിൽക്കാനുള്ള ട്രേഡൊന്നും ജപ്പാനിലോട്ട് നമുക്ക് വിടാൻ പറ്റില്ല. പിന്നെ നമുക്ക് മുമ്പിലുള്ള ചൈനയാണ്. ചൈന ഒരിക്കലും പറ്റില്ല. ചൈനയ്ക്ക് ചൈനയുടെ ഓൺ പ്രൊഡക്റ്റ് ആയി. ചൈന ഏറ്റവും കൂടുതൽ സാധനം ഇന്ത്യയിലോട്ടാണ് വിടുന്നത്. ഇന്ത്യയുടെ ഗാർമെൻറ്റ്സോ ഇന്ത്യയുടെ ഓർണമെൻറ്റ്സോ ഒന്നും ചൈനയ്ക്ക് വേണ്ട. എന്താ അതിൻ്റെ പ്രൈസ്, അതിൻ്റെ ക്വാളിറ്റി പ്രൈസ് വെരി ഹൈ ആണ്. അത് അമേരിക്കയ്ക്ക് അതിൻ്റെ ബൈയിങ് പവർ ഉള്ളൂ. ചൈനക്കാർ അത്രയും പൈസ കൊടുത്ത് വാങ്ങില്ല. അവർക്ക് അതിൻ്റെ മറ്റ് തലത്തിലുള്ള പല സാധനങ്ങളും ചൈനയിൽ കിട്ടുമെന്നുള്ളത് ചൈനയിൽ പോയവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ചൈനയുടെ അവസ്ഥ, ചൈനയുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ പ്രൊഡക്ട്സും അവിടുത്തെ ക്വാളിറ്റിയും എത്രയെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വേറൊരു തലത്തിലാണ്. അതുകൊണ്ട് ട്രേഡിംഗ് ലെവലിൽ ഇന്ത്യക്ക്, അല്ലെങ്കിൽ US കൊണ്ട് കിട്ടിയ അടിയിൽ ഇന്ത്യക്ക് ചൈനയായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇതിൽ നമുക്ക് കിട്ടുന്ന അളവ്. പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കും, ഇപ്പം അമേരിക്ക ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ ഇനി ഇന്ത്യക്കാർക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, B1 B2 വിസകൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ത്യക്കാരുടെ വിസയാണ് അവർ ഒന്നുകൂടെ റിവ്യൂ ചെയ്തിട്ടേ കൊടുക്കുന്നുള്ളൂ. ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനോട് തിരിച്ചു പോകാൻ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യക്കാരോട് പറയുന്നു. ആ ഒരു അവസ്ഥയിൽ ഈ ആൾക്കാർക്ക് ചൈനയിൽ ജോബ് കൊടുക്കുകയില്ല. ചൈനക്കാർക്ക് ജോലി ഏറ്റവും കൂടുതൽ കിട്ടുള്ളൂ. നമ്മൾ പലരും അവിടെ പോയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. എന്താണ്, അവിടെ സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക, അവിടെ നിന്ന് ഇങ്ങോട്ട് മാക്സിമം ഇമ്പോർട്ട് ചെയ്യുന്ന പല ബിസിനസ്സുകളിലും നമ്മൾ കൈകടത്തി വെക്കുന്നുണ്ട്. പക്ഷേ അതല്ലാത്ത രീതിയിൽ ഇന്ത്യയുടെ IT ജോബുകൾ ഇപ്പം നമ്മൾ അമേരിക്കയിൽ ഇന്ത്യക്കാർ ഇഷ്ടം പോലെ അവിടെ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലിയൊന്നും നമുക്ക് ചൈനയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ നമ്മളെ ചൈനക്ക് സഹായിക്കാൻ പറ്റില്ല. അതായത് നമുക്ക് ഒരു സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ അത് US സിറ്റിസൺഷിപ്പ് കിട്ടണമെന്നും പറഞ്ഞാൽ നമ്മൾ ആരും എനിക്ക് ചൈന സിറ്റിസൺഷിപ്പ് കിട്ടാൻ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറയാറുമില്ല. ചൈന അത് കൊടുക്കാറുമില്ല. അവിടെ നമ്മൾ മുഞ്ചും. അപ്പം US-ൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളും, അതായത് ഇപ്പം ഇന്ത്യൻ്റെ ഒരു കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള വിസ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ജോലി, ഇന്ത്യക്കാർക്ക് സിറ്റിസൺഷിപ്പ് വേണം, ഇന്ത്യക്കാരുടെ IT ജോലികൾ, ഇതൊന്നും ചൈനക്ക് കൊടുക്കാൻ പറ്റില്ല. USA കൊടുത്ത പോലെയും കൊടുക്കുന്ന പോലെ ഇനി കൊടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയും ചൈനയെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പിന്നെ ചൈനീസ് കമ്പനി ഇന്ത്യയിൽ എത്ര ഉണ്ട്? വളരെ കുറവ്. ചിലപ്പം ചില വണ്ടികളോ അതല്ലെങ്കിൽ ചില പ്രൊഡക്ഷൻസ് മാത്രമേ ചൈനൻ കമ്പനികൾ ഇന്ത്യയിലുള്ളൂ. പക്ഷേ ഇന്ത്യയിലുള്ള മാക്സിമം ഒരു 80% IT കമ്പനികൾ US കമ്പനികളാണ്. ഈ കമ്പനികൾ US-ആയിട്ട് ഇടഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ, ലക്ഷക്കണക്കിലെ ആൾക്കാർ ജോലി ഇല്ലാണ്ടിരിക്കും. ഈ ആൾക്കാരൊക്കെ ചൈനയിലോട്ട് പോയില്ല. ചൈനയ്ക്ക് അവരുടെ ഓൺ ആളുകൾ, അവിടുത്തെ ആളുകൾ തന്നെ അവിടെ വളരെ വീടുകളിൽ ഇരുന്നിട്ട് ഇമാതിരി പരിപാടികൾ ചെയ്യുന്നുണ്ട്. പലതരം സാധനങ്ങൾ പ്രൊഡക്ഷൻ വിഭാഗത്തിലും അല്ലാതെയും IT മേഖലകളിലൊക്കെ അവിടുത്തെ ആൾക്കാരും മതി. ഇന്ത്യക്കാർക്ക് ഒരിക്കലും ഈ US കാരണം ജോലി പോയ ആൾക്കാർക്ക് അവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യയിൽ രൂക്ഷമായിട്ട് തൊഴിലിൻ്റെ പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട്. തൊഴിലില്ലാണ്ട് യുവാക്കളും മറ്റുള്ള ആൾക്കാരും തെണ്ടിത്തിരിയാൻ പോകും. അത് മാത്രമല്ല
അമേരിക്കയിൽ നിന്ന് വിടുന്ന ഒരുപാട് ആൾക്കാർ തിരിച്ച് ഇന്ത്യയിൽ വന്ന് ജോലി ഇല്ലാണ്ട് ഇവിടെ കിടന്ന് നട്ടം തിരിയാൻ പോകുന്നുണ്ട്. ഇതിന് ചൈനക്കോ റഷ്യക്കോ റഷ്യയിലോട്ട് നമ്മൾ പോകുന്നില്ല ഈ കാര്യങ്ങൾക്കൊന്നും. എന്നാൽ റഷ്യക്കൊന്നും ഹൈ പെയ്ഡ് അമേരിക്കയ്ക്ക് കൊടുക്കുന്ന പോലെ പേയ്മെൻറ്റ് ചെയ്തിട്ട് സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ട് നമ്മുടെ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആ ഒരു ഭാഗവും നമ്മൾ അങ്ങ് വിട്ടേക്ക്. ഇപ്പം നിങ്ങൾ നോക്കി, ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളുള്ള സമയത്ത് ഈ നമ്മൾ അമേരിക്കയിലുള്ള ഇത് നമുക്ക് സ്റ്റോപ്പായി, അമേരിക്ക തരുന്ന ജോലി നമുക്ക് പോയി, അമേരിക്ക തരുന്ന സിറ്റിസൺഷിപ്പ് നമുക്ക് പോയി, അമേരിക്ക ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികൾ തിരിച്ചു പോകാമെന്ന് വന്നു കഴിഞ്ഞാൽ ചൈനക്ക് ഇതിന് എത്ര പെർസെൻറ്റേജ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഒന്നില്ലെങ്കിലും വേണ്ടില്ല, ഇപ്പോഴും നമ്മൾ ഈ പെട്രോൾ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്ന വിനിമയം, എല്ലാ വിനിമയങ്ങളും നമ്മളിപ്പോൾ നടക്കുന്നത് US ഡോളേഴ്സിലാണ്. നമുക്ക് ഇതുവരെ ഒരു ബ്രിക്സ് കൂട്ടായ്മ കൊണ്ടുവന്നിട്ട് ഒരു പുതിയ കറൻസി ഉണ്ടാക്കുക എന്ന് പറയാനല്ലാത്ത അത്ര എളുപ്പമുള്ളതല്ല. വേൾഡിൻ്റെ മൊത്തം ആ ഒരു ഫോം തന്നെ മാറണം. അത് മാറുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ചൈന നമ്മളെ മാക്സിമം സഹായിക്കുക എന്ന് പറഞ്ഞ് മുമ്പിൽ വന്ന് നിന്നു. ഇതുപോലെ ചൈന സഹായിച്ച സ്ഥലങ്ങളാണ് ഒന്ന് ശ്രീലങ്കയും ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശും ഒക്കെ. ശ്രീലങ്കയുടെ ഒക്കെ അവസ്ഥ എന്താണെന്ന് അറിയാം. പണപ്പെരുപ്പം, അതായത് പൈസയുടെ വാല്യൂ കുറഞ്ഞ് ഇപ്പോൾ ഇന്ത്യ 88 ഏറ്റവും കൂടിയിട്ടാണ് നിൽക്കുന്നത്. അവിടെ അതേപോലെ ആയിരുന്നു. ഇങ്ങനെ കൂടി ചൈന അവിടെ ആദ്യം അവിടെ പോയിട്ട് ഇതുണ്ടാക്കി, അവിടെ ഒരു എന്താ പറയുക, അവർക്ക് ചൈനക്ക് ഇതുണ്ടാക്കാനുള്ള സ്ഥലം കൊടുത്തു, തുറമുഖം ഉണ്ടാക്കാനുള്ള സ്ഥലം കൊടുത്തു, അങ്ങനെ അവിടെ കടം കൊടുത്തു. അവിടെ ഓരോ ഭാഗങ്ങൾ കൂട്ടി കടം കൂട്ടി അവർക്ക് ഈ പറഞ്ഞ അവരുടെ ശ്രീലങ്കൻ റുപ്പിയുടെ ഇത് കൂടി വന്നിട്ട് അവസാനം കൂപ്പ് കുത്തി താഴ്ത്ത് വീണൊരു അവസ്ഥ നമ്മൾ കണ്ട് അല്ലേ. അതേപോലെ ഇപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ ചൈനയുടെ കാല് പിടിക്കാൻ പോയി, അല്ലെങ്കിൽ ചൈന ഇന്ത്യക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും തരാം എന്ന് പറഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ US തന്ന ഒരു കാര്യങ്ങളും തരാനായിട്ട് ചൈനക്ക് പറ്റില്ല. പക്ഷേ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ എടുത്തോട്ട് എത്രത്തോളം കൈ കടത്തും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പം പല കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ശ്രദ്ധ മാറ്റാനും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പല അറ്റകൈകളും ചെയ്യുന്നുണ്ട്. അതിൽ വീണുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പല ആളുകളും എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇനി അത് പോട്ടെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചൈന ഇന്ത്യ തമ്മിലുള്ള ഈ ഒരു അതിർത്തി പ്രശ്നങ്ങൾ എടുത്ത് നോക്കുക. ഇന്നും ചൈനയിൽ നിന്ന് ഇന്ത്യയുടെ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മാപ്പ് കേടുക. ഇന്ത്യയുടെ പല ഭാഗങ്ങളും ചൈനയുടെ ഭാഗത്തോട്ട് മാറ്റിയിരിക്കും. അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ ഇപ്പോഴും ഇന്ത്യയുടെ ഭാഗങ്ങൾ പാകിസ്ഥാനിൽ കാണിച്ചുകൊണ്ടാണ് ചൈന എപ്പോഴും മാപ്പ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ SCO സമ്മിറ്റിൽ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നമ്മൾ ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് നിൽക്കും, നമ്മൾ സംസാരിക്കും എന്നൊക്കെ പറയെങ്കിലും പാകിസ്ഥാൻ്റെ പേരെടുത്ത് പറയാൻ നമ്മളെ കൊണ്ട് അവിടെ പറ്റിയിട്ടില്ല. അവിടെയുള്ള ആരും പാകിസ്ഥാൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, പെഹൽഗാമിൻ്റെ പേരേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പെഹൽഗാം അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത്, അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഈ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന സകല മിസൈലുകളും അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകളും ഇന്ത്യ അടിച്ചിട്ടു എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫൈറ്റ് അവിടെ പോയി അടിച്ച് വീണു, അഞ്ചോളം ജെറ്റുകൾ അവിടെ പോയി വീണു എന്ന് പറയുന്നതും ഇതിൻ്റെ കംപ്ലീറ്റ് ബാക്ക് സപ്പോർട്ട് ചൈനയുടേതാണ് എന്നുള്ളത് നമുക്കറിയാം. അന്ന് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം നമ്മുടെ പലരും ചൈനയുടെ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് ചൈന നമുക്ക് എതിരാന്ന് പറയുന്നത് വെറും 4-5 മാസം മുമ്പാണ്. അത് എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പോഴും പാകിസ്ഥാൻ്റെ കംപ്ലീറ്റ് മിഷനറീസും പാകിസ്ഥാൻ്റെ കംപ്ലീറ്റ് വെപ്പൺ സപ്പോർട്ടും ചെയ്യുന്നത് ചൈനയാണ്. പാകിസ്ഥാൻ്റെ കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണ്. പാകിസ്ഥാൻ്റെ പലതരം പ്രൊഡക്ട്സുകളും പലതരത്തിലുള്ള യുദ്ധക്കോപ്പുകളും ഇപ്പോഴും ചൈന തന്നെയാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആരെ? ഇന്ത്യൻ അടിക്കാൻ. പാകിസ്ഥാൻ വേറെ ആരും അടിക്കുന്നില്ല. പാകിസ്ഥാൻ ഒന്ന് ഇന്ത്യൻ അടിക്കും, അപ്പുറത്ത് ബലൂചിസ്ഥാൻ അടിക്കും. വേറെ ഒന്നും പാകിസ്ഥാന് പഠിക്കാനുള്ള ഇതില്ല. അപ്പം പിന്നെ ഏത് രീതിയിലാണ് ചൈന പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യേണ്ട ഇന്ത്യക്ക് ഏറ്റവും വലിയ ത്രെട്ടായി നിൽക്കുന്ന പാകിസ്ഥാൻ ഇപ്പോഴും ബാക്ക് ബോൺ ആയിട്ട് ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഇന്ത്യയുടെ തന്നെ എന്താ പറയുക, ലഡാക്കിലും മറ്റ് ഗാൽവാനിലും അവിടെയും ഇവിടെയൊക്കെ ഇപ്പോഴും ചൈനയുടെ സ്ഥലമാക്കി എടുത്തു വെച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി, അതായത് നെഹ്റുള്ള കാലം മുതലേ അവരവിടെ നിന്ന് മാന്തി തുടങ്ങിയതാണ്. അന്ന് മാന്തി നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഉള്ളപ്പം മാന്തി 2020 10-32 നമ്മുടെ പട്ടാളക്കാരെ കൊന്നു. എന്നിട്ടും ചൈന ഇതുവരെ അക്കാര്യത്തിൽ ഒരു ഡിസ്കഷനോ ഒന്നിനും വന്നിട്ടില്ല. അവരൊക്കെ ഇപ്പോഴും അത് അവരുടെ സൈഡിൽ തന്നെയല്ല, അവർ പിടിച്ചു വെച്ച പോലെ തന്നെയുള്ളത്. അപ്പോൾ പിന്നെ ഏത് രീതിയിലാണ് ചൈന ഇത്തരത്തിലുള്ള ബോർഡർ സെക്യൂരിറ്റി, ബോർഡർ സപ്പോർട്ടിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് പറയണം. അവരിതുവരെ അത് പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ ഒരു സ്ഥലങ്ങളിലും ഇന്ത്യയുടെ മിഡിൽ ഈസ്റ്റ് സൈഡിലോട്ടൊക്കെ ഇപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഭാഗങ്ങളും അവരുടെ അണ്ടറിൽ തന്നെയാണ് അവരുടെ അണ്ടറിലാക്കി അവർ വെച്ചിരിക്കുന്നത്. അവരുടെ മാപ്പിൽ നമ്മുടെ സൈഡിലാണെങ്കിൽ പോലും അവർ മാപ്പ് കാണിക്കുന്നത് ഇങ്ങനെയാണ്. അവരിപ്പോഴും അതിന് തർക്കം, അല്ലെങ്കിൽ അവിടെ എപ്പോഴും പട്ടാളക്കാർ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഏത് രീതിയിലാണ് ആ സൈഡ് എന്താ പറയുക അവർക്ക് ഇതാക്കുന്നത്, അല്ലെങ്കിൽ അവർ നമുക്ക് വിട്ടുതരും. അവർ പറയാണ് ഓക്കെ ഞങ്ങൾ കാണിച്ച സ്ഥലങ്ങളൊക്കെ അത് നിങ്ങളത് തന്നെയാണ്. ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പിന്നെ ഏത് രീതിയിലാണ് അവർ നമ്മുടെ ആ രീതി സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. ഏതായാലും ഇന്നൊരു ഇനീഷ്യൽ ഇതാണ് ഉണ്ടായത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നന്ന്. അപ്പം ഈ നമ്മൾ യുഎസിനെ അടിച്ചിട്ടേ എന്ന് പറയുന്നതിൻ്റെ മുമ്പ് ഈ US അടിച്ച അടി എവിടെ കൊണ്ടു എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത് ഏത് സംഖ്യകളാണെങ്കിലും വേണ്ടില്ല, ഏത് ഇന്ത്യയിലെ മറ്റ് ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട ജനങ്ങളാണെങ്കിലും വേണ്ടില്ല.